നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് 10.5 സെൻറ്റും 4 ബെഡ്റൂം 3 ബാത്റൂം 2 ബാൽക്കണി കിണർ 1200 സ്ക്വയർ ഫീറ്റുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ചോദിക്കുന്നത് 25 ലക്ഷം മാത്രം, അതും നെഗോഷ്യബിൾ പ്രൈസാണ്. നല്ല റോഡ് കണക്ടിവിറ്റി ഉള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. പ്രോപ്പർട്ടിയുടെ ചുറ്റുവട്ടമാണ് ഈ കാണുന്നത്. നമുക്കിനി ഈ പ്രോപ്പർട്ടിയുടെ മറ്റ് വിശദ വിവരങ്ങളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഈ പ്രോപ്പർട്ടി 1200 സ്ക്വയർ ഫീറ്റാണ്. ഇതിൻ്റെ താഴത്തെ നിലയിൽ ഒരു ഹാള്, 2 ബെഡ്റൂം, ഒരു കോമൺ ബാത്റൂം, കിച്ചൺ, ഒരു ഡൈനിങ് റൂം, ഇതാണ് താഴത്തെ നിലയിൽ ഉള്ളത്. ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം, ഒരു കോമൺ ബാത്റൂം, 2 ബാൽക്കണി, ഇതാണ് മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഒരു ബെഡ്റൂം, മുകളിലത്തെ ഒരു ബെഡ്റൂം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ബാൽക്കണി ഉണ്ട്. ഇതാണ് പടിഞ്ഞാറ് സൈഡിലേക്ക് വരുന്ന ബാൽക്കണി. എന്നാൽ ഇതിൻ്റെ സറൗണ്ടിങ്ങിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമുക്ക് അവിടെ വീടുകളുണ്ട്, മറ്റു സ്ഥലത്ത് മറ്റ് മരങ്ങൾ, റബ്ബർ, മറ്റുള്ള തുടങ്ങിയ കൃഷികളും മറ്റു കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതാണ്. ഇതുകൂടാതെ നമുക്ക് മറ്റൊരു ബാൽക്കണിയും കൂടെ ഉണ്ട്. ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ മറ്റ് ഭാഗങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. ഇത് മൊത്തം 10.5 സെൻറ്റാണ്. 10.5 സെൻറ്റ് റോഡിൻ്റെ ഭാഗത്താണ് ഈ പ്രോപ്പർട്ടി ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിൽ ഒരു ബാത്റൂമുണ്ട്, കിണറുണ്ട്. പിന്നെ ഈ പ്രോപ്പർട്ടി അല്പം ചരിഞ്ഞതാണ്. മറ്റുള്ള ഭാഗം ഇതിൻ്റെ താഴത്തേക്കാണ് നിൽക്കുന്നത്. അവിടെ സ്ലോപ്പുള്ള ഏരിയയാണ്. ഇതാണ് നമ്മുടെ ലാൻഡിൻ്റെ പൊസിഷൻ. കിണറുണ്ട്. ഇനി ഈ പ്രോപ്പർട്ടിയിൽ എങ്ങനെ എത്തിച്ചേരാമെന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതാണ് പാരിപ്പള്ളി നിലമേൽ റൂട്ടിലെ കൈതോട് ജംഗ്ഷൻ. നിലമേൽ നിന്ന് കൈതോട് ജംഗ്ഷനിലെത്താൻ 3 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇടതേക്ക് തിരിഞ്ഞ് തുമ്പോട് റോഡ് പിടിച്ച് പോയാൽ 1.5 കിലോമീറ്റർ ചെല്ലുമ്പോൾ നമുക്ക് തങ്കക്കല്ലിൽ എത്തിച്ചേരാൻ കഴിയും. തങ്കക്കല്ലിൽ നിന്ന് നേരെ നാവായിക്കുളം റോഡ് തന്നെ പിടിച്ച് മുന്നോട്ട് പോകണം. നാവായിക്കുളം തങ്കക്കല്ല് ഏകദേശം 11 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് തങ്കക്കല്ലിൽ നിന്ന് ചാലാങ്കോണം റോഡ് പിടിച്ച് പോവുകയാണെങ്കിൽ, അതായത് നാവായിക്കുളം തങ്കക്കല്ല് റോഡിൽ നിന്ന് ഒരു 500 മീറ്റർ അകത്തേക്ക് ചാലാങ്കോണം റോഡ് കയറി വന്നാൽ നമുക്ക് നമ്മുടെ ഈ നിർദ്ദിഷ്ട പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരും. ഇതാണ് ചാലാങ്കോണം ജംഗ്ഷൻ എന്ന് പറയുന്നത്. ചാലാങ്കോണം ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ചാലാങ്കോണം ജംഗ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയെ കാണാം. റോഡ് കണക്ടിവിറ്റി മറ്റുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ നിന്നാൽ നമുക്ക് ചാലാങ്കോണം ജംഗ്ഷൻ കാണാം. ഈ ചാലാങ്കോണം റോഡിൽ നിന്നാണ് ബൈ റോഡ് കയറി വന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ സറൗണ്ടിങ്ങും ഈ റോഡ് നേരെ ചെന്ന് ചേർന്നത് പാരിപ്പള്ളി നിലമേൽ റോഡിലാണ് ഇത് ചെന്ന് ചേർന്നത്. അപ്പോൾ പല രീതിയിലുള്ള കണക്ടിവിറ്റി ഉണ്ട്. റോഡ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഇതിലുണ്ട്. തങ്കക്കല്ലിൽ നിന്ന് കല്ലമ്പലം അല്ലെങ്കിൽ നാവായിക്കുളം പോകാനായിട്ട് കറക്റ്റ് 11 കിലോമീറ്റർ ഉണ്ട്. ഡീസൻ്റ് മുക്കിൽ നിന്ന് കല്ലമ്പലത്തിലേക്കും നാവായിക്കുളത്തേക്കും 1 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഡീസൻ്റ് മുക്കിൽ നിന്ന് നേരെ ഈ തങ്കക്കല്ലിൽ എത്തിച്ചേരാൻ നമുക്ക് വെറും 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അമ്യൂണിറ്റീസ് എല്ലാം കിടക്കുന്നത് കല്ലമ്പലം ബേസ് ചെയ്ത് NH റോഡ് വഴിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ MC റോഡ് എന്ന് പറഞ്ഞാൽ നിലമേലെന്ന് പറയുമ്പോഴത്തേക്ക് 3 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ MC റോഡും NH റോഡും ഇതിനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടിലുള്ള അമ്യൂണിറ്റീസ്, ഹോസ്പിറ്റൽസ് ആയാലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും മറ്റുള്ള ഷോപ്പിംഗ് ആയാലും എല്ലാം ഇതിനോട് വളരെ അടുത്ത് തന്നെ നമുക്ക് സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ എവിടെ ജോലി ചെയ്യുന്നവർക്കായാലും ഇവിടെ വന്ന് താമസിച്ചിട്ട് പോകുന്നത് കണക്ടിവിറ്റി ഉള്ള ഒന്നാണ്. ബസ് സർവീസ് ഉള്ള റൂട്ടുകളാണിത്. ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന ഓണറിൻ്റെ നമ്പറിൽ ഡയറക്റ്റ് വിളിക്കുക. വില നെഗോഷ്യബിളാണ്. ഈ പ്രോപ്പർട്ടി താമസത്തിന് വളരെ അനുയോജ്യമാണ്. കണക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. നന്ദി, നമസ്കാരം.